blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് TP കൃഷ്ണൻ, അപ്പോൾ തന്നെ വിശാഖപട്ടണത്തിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സഹോദരി. നമുക്കൊരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള TP കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കാല് വേദനയെ അങ്ങ് സൗഖ്യമാക്കണമേ. അപ്പോൾ തന്നെ പുറം വേദനയും മറ്റ് എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരൻ്റെ 2 മക്കൾ വിപിന് വേണ്ടി, ബിജിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം ഭംഗിയായി നടക്കട്ടെ കർത്താവെ. ആ മുഴുവൻ കുടുംബത്തിലേക്കും എല്ലാ അനുഗ്രഹങ്ങളും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശാഖപട്ടണത്തു നിന്നുള്ള സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ ആത്മീക വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകട്ടെ. അതിൻ്റെ സ്വഭാവങ്ങൾക്ക് അദ്ദേഹത്തിന് മാറ്റമുണ്ടാകട്ടെ. ദൈവിക വഴിയിൽ അദ്ദേഹം സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണം. ഏറ്റവും മനോഹരമായ ഒരു ഭാവി ആ മകൾക്ക് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 2 കുടുംബത്തെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്രദർ TP കൃഷ്ണൻ, അപ്പോൾ തന്നെ ഇന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരിയോടും പ്രത്യേകമായ നന്ദി. അതും ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്ന കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അയച്ചു തന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം 100% ഈ അടുത്ത ദിവസങ്ങളിൽ മറുപടി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അടുത്ത വാക്യം വായിക്കാം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ആയിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം സമ്പൂർണ്ണമാകുവാനുമാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചത്. ഒത്തിരി പേരും ജീവിതത്തിൽ സന്തോഷമില്ല. പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: എന്നും ദുഃഖമാണ്, എന്നും കണ്ണുനീരാണ്. ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു തരത്തിൽ രക്ഷപ്പെട്ടു വരുമ്പോൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. കുഞ്ഞുങ്ങളുടെ രോഗം അത് ഒരുവിധം മാറിക്കഴിയുമ്പോഴാണ് ഭർത്താവിൻ്റെ രോഗം വരുന്നത്. അപ്പോഴായിരിക്കും അമ്മയ്ക്ക് രോഗം വരുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം വരുന്നത്. ഇതെല്ലാം മാറി മാറി വരുമ്പോൾ എങ്ങനെയാണൊന്ന് സന്തോഷിക്കാൻ കഴിയുക? ഞാൻ പലരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ആ ജീവിതം എന്താണെന്ന് ഏകദേശം ഒരു രൂപം കിട്ടും. കാരണം മുഖം എന്ന് പറയുന്ന മനസ്സിൻ്റെ കണ്ണാടിയാണ്. our face reflects what is happening in our mind. മനസ്സിലൂടെ പോകുന്നതെല്ലാം മുഖത്തിലൂടെ മറ്റുള്ളവർക്ക് പലപ്പോഴും വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഒത്തിരി പേരുടെയും ജീവിതത്തിൽ സന്തോഷം ഇല്ല. എന്നാൽ സന്തോഷിക്കുവാനുള്ള ഒരു വളരെ എളുപ്പമായ ഒരു വഴി യേശു നമുക്ക് പറഞ്ഞു തരികയാണ്. എത്ര പേർക്ക് അത് അറിയുവാൻ ആഗ്രഹമുണ്ട്? ഉറക്കെ ഹല്ലേലൂയ പറയാമോ? ശബ്ദത്തിൽ പറയാമോ? ഉച്ചത്തിൽ പറയാമോ? ജീവിതത്തിൽ എന്ത് നടന്നാലും ദിവസവും സന്തോഷിക്കുവാൻ ഒരു വഴി യേശു ഇവിടെ കാണിച്ചു തരികയാണ്. എന്താണ് ആ വഴി? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുവിൽ സന്തോഷം ഉള്ളതുപോലെ, ആ വാക്യം ഒന്നുകൂടി വായിക്കാമോ? ഇപ്പോൾ വായിച്ച വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിൽ ആയിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം സമ്പൂർണ്ണമാകുവാനുമാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കും.
തൂക്കണാംകുരുവി എന്ന് പറയുന്ന ഒരു കുരുവി, അതിൻ്റെ കൂട് എത്ര പേർ കണ്ടിട്ടുണ്ട്? നീണ്ടിരിക്കുന്നൊരു കൂട്. അതേതെങ്കിലും ഓലയുടെയോ ഏതെങ്കിലും ഒരു കമ്പിൻ്റെയോ അറ്റത്തായിരിക്കും ഈ തൂക്കണാംകുരുവി കൂട് കൂട്ടി തൂക്കിയിടുന്നത്. ഈ കുരുവി അതിനകത്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഈ കൂടിനൊരു പ്രത്യേകതയുണ്ട്. കൂട് ഓരോ ചെറിയ കാറ്റിൽ പോലും ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും, ഭയങ്കരമായി ആടിക്കൊണ്ടിരിക്കും. കൊടുങ്കാറ്റാണ് വരുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് അതാടും. പക്ഷേ തൂക്കണാംകുരുവിയുടെ കൂടിനകത്തുള്ള കുഞ്ഞുങ്ങളെ നോക്കിയാൽ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പേടിയുമില്ല. കാരണം എത്ര കൂട് കിടന്ന് ഇളകുന്നുണ്ടെങ്കിലും അതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ തള്ളപ്പക്ഷി അടുത്തുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആഹാരം കൊണ്ടുവന്ന് തരുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നു, ചിലയ്ക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ ആ തള്ളക്കുരുവി അടുത്തുള്ളത് കൊണ്ട്, ആ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് എത്ര ഉലച്ചിൽ കൂടിന് തട്ടിയാലും കുഞ്ഞുങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഇതുപോലെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്ന് ആഞ്ഞടിച്ചാലും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു യേശു ഉണ്ട് എന്ന് അകത്തറിയാവുന്നവർക്ക് പ്രശ്നങ്ങളുടെ നടുവിലും പാട്ട് പാടാനും കൈയടിക്കാനും സന്തോഷിക്കാനും നൃത്തം ചവിട്ടാനും സാധിക്കും. നന്നായിട്ടൊന്ന് കൈകളടിച്ച് യേശുവിന് നന്ദി പറയാമോ? ഹല്ലേലൂയ. യേശു അതാ പറയുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളുടെ അകത്ത് പൂർണ്ണമാകുവാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ അർത്ഥം യേശു ഭയങ്കരമായ പ്രശ്നങ്ങളുടെ പോയപ്പോഴും അവൻ്റെ അകത്ത് സമാധാനമുണ്ടായിരുന്നു, അവൻ്റെ അകത്ത് സന്തോഷമുണ്ടായിരുന്നു. അത് പിതാവിൽ നിന്നും തന്നിൽ വന്ന് നിറയുന്ന സന്തോഷവും സമാധാനവും ആയിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും അതിന് നടുവിലും സന്തോഷിക്കുവാനുള്ളൊരു കൃപ, ഇല്ലെങ്കിൽ ഒരു വരം കർത്താവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് അത് വേണമെന്ന് ആഗ്രഹമുണ്ട്? ഉറക്കെ ഹല്ലേലൂയ പറയാമോ? ആ കൈകൾ ഉയർത്തിപ്പിടിച്ച്, രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച്, ആ കൈകൾ രണ്ടും ചേർത്തടിച്ച് യേശുവിന് നന്ദി പറയാം. ശബ്ദത്തിൽ ഹല്ലേലൂയ പറയാം. കർത്താവ് നമ്മെക്കുറിച്ച് കരുതൽ ഉള്ളവനാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്നത്, ഒത്തിരി പേർക്ക് ദൈവം വിടുതൽ കൊടുക്കുന്നുണ്ട്, പലരുടെയും സാക്ഷ്യങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ കേൾക്കുന്നുണ്ട്, ഇവിടെയും കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ദൈവത്തിന് ഒരു ചിന്തയുണ്ടോ? എൻ്റെ പ്രാർത്ഥനകൾ അവൻ്റെ സന്നിധിയിൽ എത്തുന്നുണ്ടോ? അവർക്കുള്ള, അങ്ങനെ ചിന്തിക്കുന്ന എല്ലാവർക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദൈവം തൻ്റെ സമയത്ത് നിങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്തിരിക്കും. ഒരാൾക്ക് ഇന്നാണെങ്കിൽ ചിലർക്ക് നാളെ ആയിരിക്കാം, ചിലർക്ക് മറ്റന്നാളായിരിക്കാം. വിടുതലില്ലാത്ത വിഷയങ്ങളില്ല. യേശുവിനോട് കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും നിരാശപ്പെടേണ്ടി വരികയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. ദൈവികമായ വഴിയിൽ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാം. ശക്തിയോടെ ഹല്ലേലൂയ പറയാം. എല്ലായിടങ്ങളിലും ഹല്ലേലൂയ. ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ, ജീവിതത്തിൽ ഒക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവ് അറിയുന്നു. ഒരു അമ്മ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ, ഒരു അപ്പൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ, കരുണ കാണിക്കുന്നത് പോലെ ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് നമ്മളോട് മനസ്സലിവുണ്ട്, വാത്സല്യമുണ്ട്, നമ്മളോട് അവൻ ഓമനത്വമുണ്ട്. നമ്മെ അവൻ പരിപാലിക്കും. എന്നാൽ നമ്മുടെ പ്രശ്നമോ, നാം അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് കൊണ്ട് ഇതിൽ പലതും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കൊണ്ട്, യഥാർത്ഥമായി ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഒത്തിരി തെറ്റിദ്ധാരണകളിൽ നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ അകത്ത് ഒരു വലിയ വെളിച്ചം നൽകി, പ്രകാശം നൽകി, അറിവ് നൽകി നമുക്ക് ഇന്ന് നമ്മെ വിടുതലിലേക്ക് നടത്താൻ പോകുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നം നാളത്തെ സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. അനേകർ അതറിയാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 17-ാം അധ്യായം 13-ാമത്തെ വചനം നമുക്ക് ഈ സമയത്ത് വായിച്ചു കേൾക്കാം.
ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. എന്നാൽ എൻ്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് അവരുടെ അകത്ത് പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് പറയുകയാണ്. യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപ് യേശുവിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. തന്നിലുള്ള സന്തോഷം നമ്മിൽ വന്ന് നിറയണം. ദൈവികമായൊരു സന്തോഷത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയണം. അതിനുവേണ്ടി യേശു, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മുഴുവൻ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. യേശു തൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. യേശു വ്യക്തമായും ശക്തമായും തൻ്റെ പിതാവിനോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വിഷയം ഇതാണ്: യേശുവിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണം. വലതുകരം നെഞ്ചിൽ വെച്ച് എന്നോട് ചേർന്ന് പറയാം: യേശുവേ, അങ്ങയുടെ സന്തോഷം എന്നിൽ വന്ന് നിറയണമേ. വീണ്ടും പ്രാർത്ഥിക്കാം: യേശുവേ, അങ്ങയുടെ സന്തോഷം എന്നിൽ നിറയണമേ. വീണ്ടും പ്രാർത്ഥിക്കാം: അങ്ങയുടെ സന്തോഷം എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. ഒരു നിമിഷം ഇവിടെ നോക്കാമോ? പലരുടെയും ജീവിതത്തിൽ അവർ സന്തോഷിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവർ സന്തോഷം നാളുകളിലേക്ക് മാറ്റിവെക്കുകയാണ്. എന്ന് വെച്ചാൽ, എന്ന് ഞങ്ങളുടെ വീട്ടിലെ കടം തീരുമോ അന്ന് ഞാൻ സന്തോഷിക്കും. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. കടം മാറുന്ന ദിവസം സന്തോഷിക്കും. മക്കളെല്ലാവരുടെ വിവാഹം കഴിഞ്ഞ് അവസാനത്തെ വിവാഹവും കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഭാരമെല്ലാം മാറും, അന്ന് ഞാൻ സന്തോഷിക്കും. എന്ന് വെച്ചാൽ അവരുടെ സന്തോഷം കുറേ നാളത്തേക്ക് അവർ നീട്ടിവെക്കുകയാണ്. ഇത് കഴിയുമ്പോഴേ ഇത് സംഭവിക്കും. എൻ്റെ മക്കൾക്കെല്ലാം ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടുന്ന ദിവസം മുതൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ചിലർ വിചാരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ എനിക്ക് സന്തോഷം ഉണ്ടാകും. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അറിയാം, കുഞ്ഞിന് രോഗം വരുന്നു, കുഞ്ഞിന് പല പ്രശ്നങ്ങൾ വരുന്നു, അതിൻ്റെതായ പല പ്രയാസങ്ങൾ വരുന്നു. അപ്പോൾ അവർ വിചാരിക്കും, കുഞ്ഞ് ഒരുവിധമൊക്കെ വളർന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയും. ഇങ്ങനെ സന്തോഷത്തെ ഒരു മരീചിക പോലെ ദൂരേക്ക് മാറ്റിവെക്കുന്ന പലരെയും കാണാം. അങ്ങനെയുള്ളവരോട് എനിക്കുള്ള എളിയ ഉപദേശം: സന്തോഷം നാളുകളിലേക്ക് മാറ്റിവെക്കരുത്. യേശുവിൻ്റെ സന്തോഷത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ഈ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയും. കാരണം നമുക്കൊരു കാര്യം അറിയാം, ഈ പ്രശ്നങ്ങളെല്ലാം യേശു കൈകാര്യം ചെയ്തോളും, എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാം. ഇതെല്ലാം ഞാൻ യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്, യേശു അത് ചെയ്തോളും. ഈ തിരിച്ചറിവുള്ളത് കൊണ്ട് ഇന്നേ സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ട് രോഗത്തിൽ ആയിരിക്കുമ്പോഴും, പ്രയാസങ്ങളിൽ ആയിരിക്കുമ്പോഴും, സാമ്പത്തിക ബാധ്യതകളിൽ ആയിരിക്കുമ്പോഴും, ഏത് പ്രശ്നത്തിലൂടെ പോകുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. കാരണം ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശുവിൻ്റെ കയ്യിലാണ്. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ കഴിയും? ഹല്ലേലൂയ. ഒരു വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ നിയന്ത്രണം മുഴുവൻ ഡ്രൈവറുടെ കയ്യിലാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുന്നത് യേശുവാണ്. എത്ര പേർ അങ്ങനെ നിയന്ത്രണം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്? അവരുടെ കൈകളൊന്ന് കാണട്ടെ. നിയന്ത്രണം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു വളരെ വിദഗ്ധനാണ്. ഇന്ന് വരെ ഒരു പരാജയം യേശുവിന് പറ്റിയിട്ടില്ല. ഇന്ന് വരെ ഒരു മിസ്റ്റേക്ക് യേശുവിന് പറ്റിയിട്ടില്ല. ചൊവ്വയുള്ള നിലയിൽ നല്ല രീതിയിൽ നമ്മെ നടത്തി പരിപാലിക്കുവാൻ യേശുവിന് അറിയാം. കഴിഞ്ഞ നാളുകളിൽ, പതിറ്റാണ്ടുകളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ തലമുറയായി കോടിക്കണക്കിന് വ്യക്തികളെ കൈപിടിച്ച് നടത്തിയ അനുഭവ പരിചയ സമ്പത്ത് യേശുവിനുണ്ട്. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ അവനൊരു തെറ്റു വരുത്തുകയില്ല. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. യേശുവിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പ്രത്യേകത, ആദം മുതൽ ഇതുവരെ, ഈ തലമുറ വരെ
അനേക നൂറ്റാണ്ടുകളായി അനേക വ്യക്തികളെ ജീവിതയാത്രയിൽ കൈപിടിച്ച് അവസാനം വരെ കൊണ്ടുപോയി അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരുടെ തലമുറയിൽ ആയുസ്സിൽ വേണ്ടതെല്ലാം നിവർത്തിച്ചു കൊടുത്ത് അവസാനം വരെ എത്തിച്ച പരിചയ സമ്പത്ത് യേശുവിനുള്ളത് കൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ യേശു ഒരു തെറ്റു വരുത്തുകയില്ല. അവന് വേണ്ടത്ര അനുഭവ സമ്പത്ത് ഉണ്ട്. എത്ര പേർ രണ്ട് കൈകളും ഉയർത്തി യേശുവിൻ്റെ കയ്യിലേക്ക് മുഴുവൻ ജീവിതം കൊടുത്തൊന്ന് പ്രാർത്ഥിക്കും? ഉറക്കെ യേശുവിനോട് പറ, യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അങ്ങയുടെ കയ്യിലേക്ക് ഞാൻ തരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഏറ്റെടുക്കണമേ. എത്ര പേർ അങ്ങനെ കൈകൾ യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ബ്രദർ, ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് ലത എന്നാണ്. തൻ്റെ മകൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്ത ഒരു അനുഭവ സാക്ഷ്യം പറയുവാനാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ സിസ്റ്റർ നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററിലെ ഒരു ശുശ്രൂഷയും കൂടിയാണ്. സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ മകന് 19 വയസ്സുണ്ട്. അപ്പോൾ ആർമിയിൽ ജോലിക്ക് വേണ്ടി അവിടെ സെലക്ഷൻ കിട്ടുവാനെല്ലാം വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്തിരുന്നു. മകന് സെലക്ഷൻ ലഭിച്ചു. പക്ഷേ റിട്ടേൺ ടെസ്റ്റിൻ്റെ സമയത്ത് തനിക്ക് മാർക്ക് കുറഞ്ഞ കാരണം പൂർണ്ണമായിട്ടും അതിലേക്ക് ചേരുവാൻ സാധിച്ചില്ല. സെലക്ഷൻ കിട്ടിയില്ല. ബാക്കി കായികപരമായ ടെസ്റ്റിലെല്ലാം ഈ മകന് എല്ലാം ശരിയായിരുന്നു. പക്ഷേ റിട്ടേൺ ടെസ്റ്റ് വന്നപ്പോൾ മാർക്ക് കുറഞ്ഞ കാരണം ലഭിച്ചില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഇതിന് ഇവർ അപ്ലൈ ചെയ്തിരുന്നു. അതിനിടയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. അന്ന് ഈ കായികമായ ഇത് കാര്യം അവിടെ കാണിച്ചു, ശാരീരികമായ ക്ഷമത അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓടുന്ന സമയത്ത് തൻ്റെ മകൻ്റെ കാലിന് ക്ഷതം സംഭവിച്ചിരുന്നു. അങ്ങനെ സ്ക്രാച്ച് വന്നിട്ട് പ്രശ്നമായിരുന്നു, റെസ്റ്റായിരുന്നു. ഇതിനിടയിൽ ഡോക്ടറുടെ അടുക്കൽ കണ്ടു, ആയുർവേദ വൈദ്യനെ പോയി കണ്ടു, ഉഴിച്ചിലെല്ലാം നടത്തി. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ ഡാമിയൻ ബ്രദർ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് സ്പെസിഫിക് ആയിട്ട് ഡാമിയൻ ബ്രദറിന് കൊടുത്ത ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒത്തിരി പേർ ഓടുന്നു, പക്ഷേ അവരിൽ ഒരാൾ മാത്രം ഏറ്റവും മുൻപന്തിയിൽ എത്തുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് 200 പേർ അന്ന് ഈ ആർമിയിലെ ടെസ്റ്റിന് വേണ്ടി ഓടിയിരുന്നു. അതിലൊരാൾ സിസ്റ്ററിൻ്റെ മകനായിരുന്നു. പക്ഷേ കാലിനെല്ലാം അത് പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതമെന്ന് പറയുന്നത് ആ ഓടിയ 200 പേരിൽ ഒരാളായിട്ട് തൻ്റെ മകന് അഡ്മിഷൻ ലഭിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് കുറഞ്ഞ കാരണം സെലക്ഷൻ ലഭിച്ചില്ല. പക്ഷേ ഈ പ്രാവശ്യം ദൈവം പറഞ്ഞതുപോലെ തന്നെ കർത്താവ് പ്രവർത്തിച്ചു. തൻ്റെ മകന് സെലക്ഷൻ ലഭിച്ചു. ഇനി വേഗത്തിൽ തനിക്ക് അങ്ങോട്ട് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. ഈ സമയത്ത് ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു, എന്നാൽ ജോലി ലഭിച്ചിട്ടില്ല, അങ്ങനെയുള്ള മാതാപിതാക്കളൊന്ന് കരം ഉയർത്താമോ? അങ്ങനെയുള്ള മക്കളുള്ളവർ, പേരക്കുട്ടികളുള്ളവർ, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് നല്ല ജോലിയുടെ വഴികൾ തുറക്കാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ മക്കൾക്ക് വേണ്ടി, ഇവിടെ വന്നിരിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാത്രമല്ല ഒരു ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, പല ടെസ്റ്റുകൾ മാറി മാറി എഴുതിയിട്ടും ഫെയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവാണ് ഞങ്ങൾ അറിയുന്നു. വെറും ഒരു മായാജാലക്കാരനല്ല, ഒരു കൺകെട്ട് വിധിയല്ല, സാക്ഷാൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യേശു. കർത്താവെ, ഇപ്പോൾ ഈ മക്കളുടെ വിഷയങ്ങളെ ഏറ്റെടുത്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇവരുടെ മക്കൾക്ക്, കർത്താവ്, ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികളിലേക്ക് പ്രവേശനം ലഭിക്കട്ടെ. കർത്താവ് പറയുന്നു, പലതവണ ടെസ്റ്റുകൾ എഴുതി പരാജയപ്പെട്ട് ഇനി എഴുതണമോ, ഇനി പരിശ്രമിക്കണമോ എന്ന് ഓർത്ത് ചിന്തിച്ചിരിക്കുന്നവർക്ക് പോലും കർത്താവ് പറയുന്നു, നീ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. God bless you, sister. God bless you. പാടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയതം കൃപകളോടെ. പാടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയതം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ ഞാൻ പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ ഞാൻ പാടി യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതം. യേശുവെന്ന നാമമേ,
തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാതയെന്നും യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന യേശുവേ ഞാനെന്നും വാഴ്ത്തി തുതിച്ചിടുവേ. യേശുവേ ഞാനെന്നും വാഴ്ത്തി തുതിച്ചിടുവേ. ഇനി നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യമേ തന്നെ ഇന്നലെ ചെയ്തതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും സ്ക്രീനിനടുക്കിലേക്ക് ഓടി വരണം. ഇപ്പോൾ തന്നെ കൈകൾ നീട്ടി പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ, ആൻറ്റി പ്രാർത്ഥിക്കുമ്പോൾ ആൻറ്റിയോട് കൂടെ ചേർന്ന് എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ, യേശുവെ ഇപ്പോൾ തന്നെ അങ്ങയുടെ കൈകൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങ് വയ്ക്കണമേ. ഈ വർഷത്തെ എക്സാം ഇവർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു പരീക്ഷയായി തീരട്ടെ കർത്താവ്. ഏറ്റവും നല്ല വൊക്കാബുലറിയിൽ, ഏറ്റവും നല്ല ഭാഷാ ശൈലിയിൽ കർത്താവെ അത് എഴുതുവാൻ അങ്ങയുടെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ല കർത്താവെ രീതിയിൽ അത് പ്രതിഫലിപ്പിക്കുവാൻ, അവർ പഠിച്ചതെല്ലാം ഏറ്റവും ഭംഗിയായി ആ പേപ്പറിൽ അത് പ്രസൻറ്റ് ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ കൊടുക്കണമേ. സമയത്ത് അത് എഴുതി തീർക്കാൻ കർത്താവിൻ്റെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ നാമത്തിൽ ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. എല്ലാ രോഗികൾക്ക് വേണ്ടി, പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ അസുഖങ്ങളും ഇപ്പോൾ തന്നെ അവരെ വിട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. താങ്ക് യു ലോർഡ്. എന്തോ ഒരു ആക്സിഡൻറ്റിന് ശേഷമായിട്ട് മാംസം മുഴുവൻ അടർന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മസിൽസ് അവിടെ വർക്ക് ചെയ്യുന്നില്ല, മാംസം പിടിക്കുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി അവിടെ സൗഖ്യമാകട്ടെ. വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. വയറിനകത്തുള്ള ചില പ്രശ്നങ്ങൾ, സ്റ്റമക്ക് പ്രോബ്ലം, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകുകയാണ്. താങ്ക് യു ലോർഡ്. എന്തൊക്കെയോ ഇങ്ങനെ ഉരുണ്ട് മുകളിലേക്ക് കയറുന്നത് പോലെ എപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ജോസഫ് എന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുന്നു. അത്തരം പ്രശ്നമുള്ള ആ വ്യക്തിയെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ കൈകൾ ഉയർത്താൻ സാധിക്കാത്ത ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്ന കൈകൾ പുറകിലേക്ക് നീക്കാൻ സാധിക്കാത്ത ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാകുന്നു. ഒരു സഹോദരിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ. താങ്ക് യു ജീസസ്. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. ഓരോ രോഗികളെയും, ഓരോ പ്രശ്നമുള്ളവരെയും അങ്ങ് വിടുവിക്കണമേ, അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് പുനലൂരിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ അഡ്രസ്സൊക്കെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അവിടേക്ക് തന്നെ കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകാനായി പോവുകയാണ്. അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസ് എന്നുള്ള മറ്റൊരു പുസ്തകം ആശിഷമാരി എനിക്ക് തോന്നുന്നു ആദ്യത്തെ റിസോഴ്സസ് നിന്ന് പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഏറ്റവും നല്ല, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ നിങ്ങളോടത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം. ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർ ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത് മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. മലയാളം വായിക്കാൻ അറിയാവുന്ന എല്ലാവരുടെ കയ്യിലും ഈ ഒരു പുസ്തകം ഉണ്ടായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. ഈ ആഴ്ചയിൽ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം ഒരു ദിവസം പോലും കാണാൻ മറക്കരുത്. നാളത്തെ പ്രോഗ്രാമിലൂടെ നമുക്ക് വീണ്ടും കാണാം.
ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശു അല്പവിശ്വാസിയെ എന്ന് വിളിച്ചത് ആരെയാണ്? Who did Jesus call you of little faith? Options: A. Mattai, B. Patros, C. Yohanan, D. Judas Iscariota. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.